അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മക്കളെല്ലാവർക്കും സുഖല്ലേ? അല്ലാഹ് നീ സന്തോഷം ഏറ്റിത്തരണേ അല്ലാഹ്. മക്കളെ, നല്ല പാഠാണ്. 6ാം ക്ലാസ്സിലെ തസ്കിയയിലെ 7ാമത്തെ പാഠം ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃക എന്നുള്ള പാഠാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. തിരുവചനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് എന്നെ ശിക്ഷണം ചെയ്തു, അഥവാ മര്യാദ പഠിപ്പിച്ചു. അവൻ എൻ്റെ ശിക്ഷണത്തെ ഏറ്റവും മനോഹരമാക്കുകയും ചെയ്തു. എന്നെ വളർത്തിയത് എൻ്റെ റബ്ബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ചെറുപ്പത്തിൽ ആര് പോയി? ജനിക്കുന്നതിന് ഉപ്പ വഫാത്തായി, 6ാം വയസ്സിൽ ഉമ്മ വഫാത്തായി, 8ാം വയസ്സിൽ വല്യുപ്പയും വഫാത്തായി. പിന്നെ ഇപ്പം നോക്കാൻ എല്ലാവരും ഉണ്ടാകും, പക്ഷെ ഉമ്മയും ബാപ്പയും നോക്കുമ്പോൾ ആരും നോക്കൂലല്ലോ. എത്ര കുട്ടികളാണ് ബാപ്പയും ഇമ്മയില്ലാത്ത കുട്ടികൾ പല തെറ്റിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ്? നോക്കാനല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം, ജീവിക്കുന്ന സമയത്താണ് എത്തിക്കാനൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ സ്വന്തം നന്നാകണം. അപ്പോൾ സ്വന്തം നന്നാകാൻ നല്ല പ്രയാസമാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ തഅദീബ് അവിടെ ഉണ്ടായി കേട്ടോ. അന്ന് എൻ്റെ രക്ഷകർത്താവ് എൻ്റെ ശിക്ഷണം ഏറ്റെടുത്തത് ആരാണ്? എൻ്റെ രക്ഷിതാവന്നെയാണ്, അഥവാ റബ്ബാണ്. അതിൻ്റെ ഉപകാരം എന്താ മക്കളെ? റസൂലുള്ളാഹി പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ശിക്ഷണം എൻ്റെ റബ്ബ് വളരെ മനോഹരമാക്കി എന്ന് പറഞ്ഞു. അതിൻ്റെ ഉപകാരം എന്തേ? ഫകാന അക്റമന്നാസി ഖുലുഖൻ വഅഹ്സനഹും അദബാ. അവിടുന്ന് മനുഷ്യരിൽ ഏറ്റവും ഉദാരമായ സ്വഭാവമുള്ളവരും ഏറ്റവും മികച്ച മര്യാദയുള്ളവരുമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്തപ്പോൾ, അല്ലാഹു തആല അദബ് പഠിപ്പിച്ചപ്പോൾ ഇനി പറഞ്ഞോളി, കാന നഖിയ സൗബി നളീഫൽ ബദനി കമാ കാന നഖിയൽ ഖൽബി നളീഫൽ ബാത്തിനി. ഹൃദയം പരിശുദ്ധവും മനസ്സ് ശുദ്ധമുള്ളവരുമായതുപോലെ തന്നെ അവിടുത്തെ വസ്ത്രം വൃത്തിയുള്ളതും ശരീരം ശുദ്ധിയുള്ളതുമായിരുന്നു. ഹൃദയം ശുദ്ധിയാണ്, വസ്ത്രം ശുദ്ധിയാണ്. ചില ആൾക്കാർ നല്ല ഡ്രസ്സൊക്കെ കൊടുക്കൂലേ, പക്ഷെ ഓല് മനസ്സ് മോശക്കാരാണ്. ചില മനസ്സൊക്കെ സൂപ്പറായിക്കാരാ, പക്ഷെ ഓല ഡ്രസ്സ് മോശക്കാരാ. അഷ്റഫുൽ ഖൽഖ് ഉള്ളും പുറക്കെ ഭംഗിയാ. വകാന അഹബ്ബു സിയാബി ഇലൈ അൽബീളു അൽബീളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസ്ത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വെള്ള വസ്ത്രങ്ങളായിരുന്നു. യസ്തഅമിലു ത്വീബ കസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ധാരാളമായി ഉപയോഗിച്ചിരുന്നു. കാന അഫൂവൻ റഹീമൻ ഹലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുന്നവരും കരുണയുള്ളവനും സഹനശീലനുമായിരുന്നു. ഇതിൽ കുറേ സ്വലാത്തില്ലണം, ഇത് സ്വലാത്തിൻ്റെ പാടാ കേട്ടോ. ഖാല അനസ് റളിയല്ലാഹു അൻഹു ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷം സേവിച്ചു. ഫമാ ഖാല ലി ഉഫ്ഫിൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഒരിക്കൽ പോലും ഉഫ് പറഞ്ഞ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല.
വമാ ഖാല ലി ഷൈഇൻ സ്വനഅതുഹു ലിമ സ്വനഅത, ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചും നീ എന്തിന് ചെയ്തു അനസേ എന്ന് ചോദിച്ചിട്ടില്ല. വലാ ലി ഷൈഇൻ തറക്തുഹു ലിമ തറക്തഹു, ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരു കാര്യത്തെക്കുറിച്ചും നീ എന്തിന് വിട്ടുകളഞ്ഞു അനസേ എന്നും ചോദിച്ചിട്ടില്ല. പറയട്ടെ, അനസ് പറയട്ടെ, കാന അശദ്ദന്നാസി തവാളുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും വിനയമുള്ളവരായിരുന്നു. യഖ്സിഫു നഅല വയുറഖിഉ തൗബ വയഹ്മിലു മതാഅ വയഹ്ലിബു ഷാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് തുന്നും, വസ്ത്രം തുന്നിക്കൂട്ടും, വസ്ത്രം കീറിയാൽ തുന്നും, കഷ്ണം വെക്കണമെങ്കിൽ കഷ്ണം വെക്കും, സ്വന്തമായി ചരക്ക് ചുമക്കും, അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി വന്നാൽ കയ്യിൽ തൂക്കിപ്പിടിക്കാൻ അവിടത്തേക്ക് മടിയില്ല എന്ന് പലരും പറയും. ഞാൻ കൊണ്ടുവരില്ല, എന്തേ കൈ പിടിച്ച് പോരാൻ മടിയാ, മോനെ അതൊന്നും കൊണ്ട് എനിക്ക് മടിയാണ്, എനിക്ക് കൊണ്ടെടുക്കാൻ മടിയാണ്, ഞാൻ കൈ പിടിച്ചു. അങ്ങനെയല്ല, അഷ്റഫുൽ ഖൽഖ് അവിടുത്തെ ചരക്ക് അവിടുന്ന് തന്നെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി തൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പോകും. തായ്മയാണ്. ആടിനെ കറക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറന്നു കൊടുക്കാൻ സ്വഹാബത്ത് റെഡിയാണ്. പക്ഷേ എളിമയുടെ ജീവിതമാണ് ഇഷ്ടപ്പെട്ട് സ്വന്തം തന്നെ കറന്നെടുക്കുന്നു ആടിനെ. വകാന യസിലു മൻ ഖതഅഹു വയുഅതി മൻ ഹറമഹു വയഅഫു അമ്മൻ ളലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം വിച്ഛേദിച്ചവരോട് ബന്ധപ്പെടുകയും ഇങ്ങോട്ട് വേണ്ടാത്തവരോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധപ്പെടും. തനിക്ക് തരാതിരുന്നവർക്ക് നൽകുകയും ചെയ്യും. ഇങ്ങോട്ട് കൊടുക്കാത്ത ആളുകൾ ഉണ്ടാവും, നോൽക്ക് കൊടുക്കും. അക്രമം ചെയ്തവർക്ക് മാപ്പ് നൽകുകയും ചെയ്തിരുന്നു. അക്രമം ചെയ്തവർ, അല്ലാഹു എത്രയാ അക്രമം ചെയ്ത മക്കത്തെ മുശ്രിക്കുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുഅബ് അബൂ ത്വാലിബിലെല്ലാം കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കഷ്ടപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആടുകൾ വിസർജിക്കും പോലെ പച്ചില മാത്രം നിന്നതുകൊണ്ട് അവിടുന്നും കുടുംബവും വിസർജിച്ചിരുന്നു പോലും. അത്രമാത്രം കഷ്ടപ്പെടുത്തി. ആ മുശ്രിക്കുകൾക്ക് മക്കം ഫതഹിൻ്റെ അന്ന് ശിക്ഷയില്ല, അവിടുന്ന് പരിപൂർണമായി പുറത്തു കൊടുത്തു. അല്ലാ വല്ലാത്ത വിശാലമായ മനസ്സാണ്. എത്രത്തോളം കൊല്ലാൻ വേണ്ടി തന്നെ വധിക്കാൻ വാളുയർത്തിപ്പിടിച്ചവന് പോലും അവിടുന്ന് അപ്പ് നൽകിയ ഒരു കഥയുണ്ടത്. ഉറങ്ങുന്ന സമയത്ത് അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ വാളെടുത്തുങ്ങാണ്ട്, ഞാനിപ്പോൾ നിങ്ങളെ കൊല്ലിയാ നിങ്ങളെ രക്ഷിക്കുക മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബി പറയേണ്ട താമസം അയാളെ കൈ വറച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തു. നിങ്ങളാരെ രക്ഷപ്പെടുത്തുക, ഈ അല്ലാണ്ട് രക്ഷപ്പെടുത്തൂല. പറഞ്ഞപ്പോൾ വെട്ടിയോ? ഇങ്ങോട്ട് വെട്ടാൻ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയോ? ഇല്ല. മാപ്പ് കൊടുത്ത നേതാവ് അഷ്റഫുൽ ഖൽഖ് വകാന യസ്തശീറു അസ്ഹാബ, അവിടുന്ന് തൻ്റെ സ്വഹാബികളോട് കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു. എന്തെങ്കിലും വിഷയം വരുമ്പോൾ സ്വന്തം തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. നബൂവത്തിൻ്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹിയിൻ്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് പറഞ്ഞു കൊടുക്കും. പക്ഷേ അതുമൊന്നും മതിയാക്കാണ്ടേ വഹി കിട്ടിയാലും സ്വഹാബത്തുമായി ചർച്ചയിലേർപ്പെടുന്നു. തായ്മ വേണം, തായ്മയാണ്. വകാന വലാ യഖ്തഉ അലാ അഹദിൻ ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെയും സംസാരം ഇടക്ക് വെച്ച് മുറിക്കാറില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴേ ഓക്കെ ഞാൻ ബാക്കി പറയട്ടെ എന്ന് പറയില്ല. ഒരു പറഞ്ഞത് ഫുള്ളിരുന്ന് കേൾക്കും. അത് കുട്ടിയാണെങ്കിലും വയസ്സനാണെങ്കിലും സമപ്രായക്കാർ ആരും എന്ത് പറഞ്ഞാലും അത് ഇരുന്നാണ് കേൾക്കും. അവരിത് പറഞ്ഞ് കഴിഞ്ഞിട്ടേ മറുപടി പറയുള്ളൂ, ബാക്കി സംസാരിക്കുള്ളൂ. ഇതൊക്കെ ബഹുമാനത്തിൻ്റെ സ്വഭാവമാണ് മക്കളെ.
അല്ലാ യജിലിസു അഹ്യാനം ബൈന അസ്ഹാബിഹി മുഖ്തലിതൻ ബിഹിം ഹൈസുന്തഹാ ബിഹി. അല്ലാ സാധിക്കും നമ്മളെ കൊണ്ട്. നമുക്ക് നമ്മൾ ഇരിക്കുന്ന സീറ്റ് കിട്ടണം, ഇല്ലെങ്കിലോ നമ്മളെ നോക്കണം പാടും അല്ലേ. ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പള്ളിയിലേക്ക് വരും, സദസ്സ് നിറഞ്ഞിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിക്കി തിരക്കിയിട്ട് മോൾക്കൊന്നും പോകില്ല. എവിടെയാണോ ലാസ്റ്റ് വരി അവിടെ ഇരിക്കും. ഞാൻ നേതാവാണ്, ഞാൻ നബിയാണ്, ഞാൻ മുമ്പൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുമൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനെ മാനിച്ചു. ആശയം മനസ്സിലായോ? അപ്പോൾ സ്ഥലത്തേക്ക് നബി ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സ്വഹാബികളുടെ ഇടയിൽ വരും. അവരുമായി ഇടകലർന്ന് സദസ്സ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ നബി ഇരിക്കുമായിരുന്നു. മുമ്പേക്ക് കയറിപ്പോകില്ല, ആൾക്കാരെ പേടൊക്കെ ചവിട്ടി മോൾക്ക് പോകില്ല. തൻ്റെ സ്വഹാബത്തിലേക്ക് എൻ്റെ കാല് നീട്ടില്ല. ചില ആൾക്കാരുണ്ട് എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കുക, നിലത്തിരിക്കുന്ന സിസ്റ്റമാണെങ്കിൽ കാലൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് സദസ്സിലേക്ക് ആൾക്കാരെ നേരെ കാല് നീട്ടും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാല് നീട്ടില്ല. അതൊന്നും നല്ല സ്വഭാവമില്ല. ഇതൊക്കെ പഠിക്കാനപ്പോൾ എങ്ങനെ പിന്നെ ആവർത്തിച്ച് പറയുന്നു കേട്ടോ. പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറയുന്നത് നമ്മുടെ ജീവൻ നന്നാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്കിടയിൽ കാലുകൾ നീട്ടിയിരിക്കാറില്ലായിരുന്നു. വകാന കസീറൽ ഹയാഇ വസ്സുകൂതി ലാ യതകല്ലമു ഫീ ഗൈരി ഹജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ലജ്ജയുള്ളവരും മൗനമുള്ളവരുമായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. നല്ല ലജ്ജയുള്ള ആളെ ഹയാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളായി ചെയ്യണത് ജനങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് ചെയ്യൂല, അങ്ങനത്തെ കാര്യം ചെയ്യാൻ പഠിക്കുക. ലജ്ജ, അങ്ങനെ ഹയാ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഹയാ അതല്ല കേട്ടോ. പിന്നെ സുക്കൂത്ത്, മൗനം, വെറുതെ ഇങ്ങനെ കലകല പറഞ്ഞു കൊടുക്കൂല, തോന്നി മൗനം. ഇനി സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ സംസാരിക്കുള്ളൂ, വെറുതെ സംസാരിക്കൂല. വലാ യതകല്ലമു ഇല്ലാ ഫീ ഗൈരിൽ ഹാജ വലാ യഗ്ളബു ഇല്ലാ ലില്ലാഹി തആല വലാ യദ്ഹഖു ഇല്ലാ തബസ്സുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് വേണ്ടി അല്ലാണ്ട് കോപിക്കാറില്ലായിരുന്നു, പുഞ്ചിരി അല്ലാണ്ട് ചിരിക്കാറുമില്ലായിരുന്നു. ചിരിയില്ല, ചിരി അഷ്റഫുൽ ഖൽഖിന് ചിരിയില്ല, പുഞ്ചിരിയുള്ളൂ. ചിരിക്കുമ്പോൾ ഇങ്ങനെ ഹൃദയം കട്ടി കൂടുമ്പോലും അതാണ് ചിരിക്കാൻ പാടില്ല, പുഞ്ചിരിക്കാനേ പാടുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ പൊട്ടി ചിരിക്കൂലേ? അല്ലാ, ചിരിപ്പിക്കാൻ കുറച്ച് ആൾക്കാർ, ചിരിക്കാൻ കുറച്ച് ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, ചിരിപ്പിക്കുന്നത് കേൾക്കരുത്. ചിരിക്കുമ്പോൾ ഹൃദയം കസ്വത്തിലേക്ക് കടക്കും. അല്ലാഹു കാക്കട്ടെ. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഉദാരമനസ്കനായിരുന്നു, ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. മാ സുഇല ശൈഅൻ വഖാല ലാ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിക്കപ്പെട്ടാൽ ഒരിക്കൽ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇല്ല അവിടുന്ന് ഇല്ല പറയില്ല. ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കൂടോ. അതാണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഫകാന മുസ്തഹറം ബിൽ ഇഫ്ഫതി വസ്സുദ്ഖി വൽ അമാനതി വൽ വഫാ. ചാരിത്ര ശുദ്ധി കൊണ്ടും സത്യസന്ധത കൊണ്ടും വിശ്വസ്തത കൊണ്ടും വാക്കുപാലിക്കൽ എന്നിവയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തനായിരുന്നു. മുസ്തഹറാണ്, ബിരുദം കിട്ടിയിരിക്കണ്. എന്ത് വിഷയത്തിൽ? ചാരിത്രശുദ്ധി. ഗുഹ്യഭാഗം കൊണ്ട് തെറ്റും ചെറുപ്പം മുതൽക്കേ ചെയ്തിട്ടില്ല. സത്യമല്ലാത്ത ഇന്ന് വരെ പറഞ്ഞിട്ടില്ല.
ഒരാളെപ്പോലും വിശ്വസിച്ച് വഞ്ചിച്ചിട്ടില്ല. ഒരാൾക്ക് പോലും വാക്ക് കൊടുത്തിട്ട് നിറവേറ്റാതെ നിന്നിട്ടില്ല. മഷ്ഹൂറായിപ്പോയി. വകാന ഖവ്വാമൻ സവ്വാമൻ ഹത്താ തവർറമത് ഖദമാഹു മിൻ ഖിയാമിൽ ലൈലി. രാത്രി നമസ്കാരം കാരണം പാദങ്ങൾ വീങ്ങുന്നത് വരെ, അഥവാ നീരികെട്ടി, പാദങ്ങൾ നിന്ന് നീരികെട്ടി. അത് കാരണം അവിടുന്ന് അധികമായി നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്തവരായിരുന്നു. നല്ലോണം നിസ്കരിച്ചിട്ടേ രാത്രി ഇങ്ങനെ നീച്ചു നിന്ന് നിസ്കരിച്ചിട്ട് കാലുമ നീര് വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഒരു റക്അത്തും 2 റക്അത്തും നിസ്കരിച്ചാൽ കാലുമ നീര് വരില്ല. കുറേ നിൽക്കുമ്പോൾ നീരിങ്ങനെ വരും. അത് നിസ്കരിക്കാൻ നിന്നാലും വെറുതെ നിന്നാലും മണിക്കൂർ കണക്കിന് ഡെയിലി നിൽക്കുമ്പോൾ കാലുമ നീര് വരും. അല്ലാഹുവേ. വകാന അസ്ഹദന്നാസി ഫിദ്ദുനിയ. ഐഹിക ലോകത്ത് അവിടുന്ന് ഏറ്റവും ലളിത ജീവിതം നയിച്ചവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹു തആല അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണമേ, പാവപ്പെട്ടവനായി മരിപ്പിക്കണമേ, പാവപ്പെട്ടവരുടെ സംഘത്തിൽ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ. മഹ്ശറയിൽ മാ തറക ദീനാറൻ വലാ ദിർഹമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീനാറോ ദിർഹമോ ബാക്കി വെച്ചിട്ട് പോലുമില്ല. ഒരു വെള്ളി നാണയമോ ഒരു സ്വർണ്ണ നാണയമോ ബാക്കി വെച്ചിട്ടില്ല. ബാക്കി വെച്ച് പോയിട്ടില്ല. ഒക്കെ കൊടുത്തു തീർത്തിട്ടാണ് കണ്ണ് ചിമ്മിയത്. തുഫിയ വദിർഉഹു മർഹൂനത്തുൻ ഇൻദ യഹൂദി. അവിടുത്തെ പടയങ്കി ഒരു ജൂതൻ്റെ അടുക്കൽ പണയം വെക്കപ്പെട്ട നിലയിലാണ് വിടവാങ്ങിയത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഉഹുദ് മല പോലും വന്ന് ചോദിച്ചു, ഉഹുദ് മലയുടെ മലക്ക് ചോദിച്ചു, നബിയെ, ഉഹുദിനെ സ്വർണമാക്കി തരാം. വേണ്ടല്ലോ വേണ്ടല്ലോ. സാധുവായി ജീവിച്ചു മരിക്കും മുമ്പ് ഒന്നും കയ്യിൽ വെക്കാണ്ട് മരിച്ചു. മരിച്ചപ്പോൾ ഒരു ദീനാറില്ലെന്നല്ല, ഒരു ദിർഹമില്ലെന്നല്ല, തൻ്റെ അത്യാവശ്യ വസ്തുവായ പടയങ്കി, യുദ്ധത്തിന് ശരീരത്തിന് മുറിവേൽക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന പടയങ്കി തൊട്ടൊരു ജൂതൻ്റെ അടുത്ത് പണയത്തിലാണ്. ഫഅലൽ മുഅ്മിനി, വിശ്വാസി, അൻ യതമസ്സക ബിഹദിയിഹി ലിസആദത്തി ദാറൈൻ. ഇരുലോക വിജയം നീ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ചര്യ നീ പിൻപറ്റിക്കോ. അതുകൊണ്ട് ഇരു വീട്ടിലെയും വിജയത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക മുറുകെ പിടിക്കൽ സത്യവിശ്വാസിയുടെ കടമയാണ്. ഖാല തആല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഒരാളെപ്പറ്റി അങ്ങനെ അല്ല പറയണമെങ്കിൽ ആൾ എത്ര വലിയ മഹാനാകണം. അല്ല പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഅ്മിനീങ്ങളെ, മക്കളെ, അല്ലാഹ് ഖാലൽ ഇമാമുൽ ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹുവല്ലദീ തമമാനാഹു വസൂറതുഹു ثم اصطفاه حبيبا بريء النسمي. ആന്തരികവും ബാഹ്യവുമായി
ഭംഗി പൂർത്തിയായവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവല്ലദീ തമ്മമനാഹു വസൂറത്തുഹു, ആന്തരികമായും ബാഹ്യമായും ഭംഗി പൂർത്തിയായവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മസ്തഫാ, പിന്നെ സൃഷ്ടാവായ അള്ളാഹു നബിയെ തിരഞ്ഞെടുത്തു ഹബീബാ. സുമ്മസ്തഫാഹു ഹബീബൻ ബാരി ഉന്നസമി, ബാരി ഉന്നസമ സൃഷ്ടാവ് പറഞ്ഞാട്ടോ, തൻ്റെ ഹബീബായി തിരഞ്ഞെടുത്തു. ഇനി കുറേ പദങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. മാനുൽ കലിമാത്ത് പദങ്ങളർത്ഥ അദബൻ സംസ്കാരം പഠിപ്പിച്ചു. സുമ്രത്ത് പറഞ്ഞ സംഘം കൂട്ടം, ദവർണമ നീരുകെട്ടി, നഖിയുൻ എന്ന് പറഞ്ഞാൽ ലലീഫൊക്കെ പറഞ്ഞ വൃത്തിയുള്ള, ഉസ്വത്ത് പറഞ്ഞ മാതൃക, ഷഹറ പറഞ്ഞ വാളുയർത്തി, ഇസ്തഷാറ ഇസ്തഷീറു കൂടിയാലോചിച്ചു, ഹനബ കറന്നു, ഹദീസ് സംസാരം, അബിയുലിൻ്റെ ബഹുവചനമാണ് ബിയുൽ വെളുത്തതെന്നാണ് അർത്ഥം, ഖദമാർന സേവനം ചെയ്തു, മദ്ദാർന നീട്ടി, റക്കാർന കഷ്ണം വെച്ചു തുന്നി, ഉഫിൻ പറഞ്ഞ ചേ, തവസമാർന പുഞ്ചിരിച്ചു, അഫാർന മാപ്പ് ചെയ്തു, ഖസഫാർന തുന്നി, ഇഫത്ത് പറഞ്ഞ ചാരിത്ര ശുദ്ധി, വഫാർന വാക്കുപാലിക്കൽ, മത്താർന ചരക്ക്, അമാനത്താർന വിശ്വസ്തത, ഖവ്വാമർന കൂടുതൽ നിസ്കരിക്കുന്ന വ്യക്തി, ഖതഅർന മുറിച്ചു, റഹനാർന പണയം വെച്ചു, സവ്വാമർന കൂടുതൽ നോമ്പ് നോക്കുന്ന വ്യക്തി, ഹയാർന ലജ്ജ, ദിർഅർന അങ്കി, അജ്വദർന ഏറ്റവും ധർമ്മിഷ്ഠൻ. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞാൻ ഉണ്ടാക്കിയ വീഡിയോയിൽ ഏറ്റവും വലിയ വീഡിയോ എന്താണ്? 100 ചില്ല 150 ചില്ലാനും വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്തു. പക്ഷേ ഇത് വീണ്ടും എങ്ങനെ ചുരുക്കിയാൽ എങ്ങനെ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി പറയുമ്പോൾ ചുരുങ്ങും അറിയില്ല. ഞാൻ രണ്ടും കൂടി ഒപ്പം എഡിറ്റ് ചെയ്ത് വെച്ചതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി, തദ്രീബാത്തും പാഠം കൂടി. പക്ഷേ നടക്കില്ല. വീഡിയോ ഇപ്പം തന്നെ 20 മിനിറ്റിൻ്റെ മുകളിൽ പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി. പഠിച്ചവനെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിതിൻ്റെയൊക്കെ നല്ല കാര്യങ്ങളുടെയൊക്കെ മിസ്ലു സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള ഹബ്ബ് തരണേ അല്ലാഹ്. അവിടുത്തെ യഖലത്തമ മനാമ കാണാൻ തുണ കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ പുറമ്പോൾ ഞങ്ങൾ ഉള്ളും നിവൃത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊരുപാട് ഉപകാരം ഞങ്ങൾ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, മശായിഖുമാർ പലരും പഠിച്ച റബ്ബേ ഖബറിലുണ്ട്. ഓരോ ഖബറിലേക്ക് തന്നെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. പഠിച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.